എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതമാണ്. അതിൽ നാമാമൃതം എന്ന ഭാഗം ആണ് ഇപ്പോൾ നോക്കുന്നത്. അതിൽ 142-ാമത്തെ ശ്ലോകമാണ് അതുമുതലാണ് ഇന്ന് നോക്കാനുള്ളത്. നെല്ലാദിയായുള്ള പദാർത്ഥമോരോന്നില്ലത്തുമില്ലാഞ്ഞുഴലുന്നതെല്ലാം നല്ലൊരു നാമാമൃതമാസ്വദിച്ചാൽ തെല്ലും വരും തീയതുമെന്നു വേണ്ട. നല്ലൊരു നാമാമൃതം, അമൃതത്തിന് തുല്യമായിട്ടുള്ള ഭഗവൻ നാമം ആസ്വദിച്ചാൽ, എന്നുവെച്ചാൽ സർവസന്താപഹാരിയാണ് ഭഗവൻ നാമം. ആ നാമം ഇങ്ങനെ ആസ്വദിച്ചാൽ എന്നാണ്. ആസ്വദിച്ച് ജപിച്ചാൽ മതിയാവാതെ വീണ്ടും 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 ജപിക്കുക തന്നെ. അങ്ങനെ ചിത്തശുദ്ധിയോടെ ഹൃദ്യമായിട്ട് ഭജിച്ചാൽ നെല്ലാദിയായുള്ള പദാർത്ഥം ഓരോന്ന്, നമുക്ക് ജീവസന്ധാരണത്തിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒരു ജീവിതം നമ്മൾ കഴിച്ചു കൂട്ടണമെങ്കിൽ എന്തെല്ലാം സാമഗ്രികൾ വേണം, ഭക്ഷണ സാമഗ്രികൾ എന്തൊക്കെ ഒന്ന് വേണം. അത് എല്ലാ ജീവസന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം ഇല്ലത്തും ഇല്ലാഞ്ഞുഴലുന്നതെല്ലാം, യാതൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നത് ഉണ്ടെങ്കിൽ അതെല്ലാം, കഷ്ടപ്പാടുകളെല്ലാം ക്ഷണനേരം കൊണ്ട് മാറും എന്നാണ് പറയണത്. ഒരു കഷ്ടപ്പാടും പിന്നെ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? നാമം ആസ്വദിച്ച് ഭഗവാന്റെ തിരുനാമങ്ങൾ ആസ്വദിച്ച് ജപിക്കണം, ഭഗവാനെ ഭജിക്കണം എന്നർത്ഥം. ഇല്ലത്തുമില്ലാഞ്ഞുഴലുന്നതെല്ലാം നല്ലൊരു നാമാമൃതം ആസ്വദിച്ചാൽ എല്ലാ കഷ്ടപ്പാടും മാറും എന്നാണ്. അതുമാത്രമല്ല, തീ കൂടെ വരും. ചിത്തശുദ്ധിയോടെയുള്ള ഭഗവത് ഭജനം ഒന്നുകൊണ്ട് ആ ഭജനാനന്ദം കിട്ടും. ചിത്തശുദ്ധിയോടെ ഭഗവൻ നാമം ആസ്വദിച്ച് ചെയ്യുമ്പോൾ ആ ഭജനയുടെ ആനന്ദം കിട്ടും. അതുമാത്രമല്ല, ആവശ്യപ്പെടാതെ ഭഗവാനോട് പിന്നെ ഒന്നും ആവശ്യപ്പെടേണ്ട. ഭഗവാനെ എനിക്ക് അങ്ങനെ ആ കാര്യം സാധിച്ചു തരണം, ഈ കാര്യം സാധിച്ചു തരണം എന്നൊന്നും പിന്നെ ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാൻ അറിഞ്ഞ് നമുക്ക് സകല അനുഗ്രഹങ്ങളും ഒരു പരിശ്രമവും ഇല്ലാതെ നമുക്ക് കിട്ടും എന്നാണ്. പക്ഷേ എന്തു വേണം? ആ നാവിങ്ങനെ ആസ്വദിച്ച് ഭഗവൻ നാമം ജപിക്കണം. വെറുതെ കിട്ടില്ല. അത് ഇപ്പോഴത്തെ കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അത് ഒരു ശീലം വന്നാൽ തന്നെ നാമം നാവിൽ വരുള്ളൂ. അത് ശീലിക്കണം നമ്മൾ, എന്നാലേ കാര്യമുള്ളൂ. അടുത്ത ശ്ലോകം. നന്നായി വരും തീയതുമോർത്തു ചെയ്താൽ, നന്നായി വരും നിത്യമവന്നു നൂനം. ത്വന്നാമസങ്കീർത്തനമാസ്വദിച്ചാലൊന്നായി വരും ജീവപരപ്രപഞ്ചം. നന്നായതും തീയതും, ഒരു ലാഭേച്ഛയില്ലാതെ സൽക്കർമ്മങ്ങൾ, സ്വധർമ്മം നിർവഹിക്കുക, അവനവൻ്റെ കടമകൾ ഒരു ലാഭേച്ഛയില്ലാതെ ചെയ്യുക, സാത്വിക കർമ്മങ്ങൾ. തീയതും ചീത്തയായിട്ടുള്ള, നല്ലതല്ലാത്ത അവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അതിലേക്ക് പിന്നെ മനസ്സ് വയ്ക്കരുത് എന്നാണ്. സൽക്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. അങ്ങനെ അനുഷ്ഠിച്ച് നടന്നാൽ, പറ്റാത്ത കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ അനുഷ്ഠിച്ചാൽ അവനു നിത്യം നന്നായി വരും. അങ്ങനെയുള്ളവന് എന്നും എപ്പോഴും നല്ലത് മാത്രമേ വരൂ. നൂനം എന്നാണ്. നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അത് സുനിശ്ചിതമാണ് എന്നാണ് പൂന്താനം പറയണത്. ത്വന്നാമസങ്കീർത്തനം ആസ്വദിച്ചാൽ, അവിടുത്തെ തിരുനാമ സങ്കീർത്തനങ്ങൾ ചിത്തശുദ്ധിയോടെ
അങ്ങനെ ചൊല്ലി ഭജിച്ചിരുന്നാൽ ഒന്നായി വരും ജീവപരപ്രപഞ്ചം, പരമാത്മ പ്രപഞ്ചങ്ങൾ എന്ന 3 ഭാവങ്ങളും ഒന്നായി വരും. അതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള അനുഭവം വരും എന്നാണ്. അല്ലെങ്കിൽ അദ്വൈതാനുഭൂതി, കൈവല്യം വരും, അല്ലെങ്കിൽ കൈവല്യം നേടും എന്നർത്ഥം. നാമം ജപിച്ചാൽ മാത്രം മതി, പക്ഷേ നാമം ജപിക്കണം. കുട്ടിക്കാലം മുതലേ നാമം ജപിച്ച് ശീലിപ്പിക്കണം കുട്ടികളെ. നമ്മളും അതേ കുട്ടിക്കാലം മുതലേ ശീലിച്ചാൽ മാത്രമേ നമുക്ക് നാമം ജപിക്കാൻ തോന്നുള്ളൂ. ഈ കലികാലത്തിൽ നാമജപം ഒന്നുകൊണ്ട് മാത്രം എല്ലാ കഷ്ടപ്പാടും മാറും എന്ന് പറയണത് ശരിയാണ്. പക്ഷേ നാമം ജപിക്കാൻ ഇപ്പം ഈ കലികാലം മൂത്ത് വരുന്തോറും ആർക്കും നാമം ജപം വേണമെന്നേ ഇല്ല. എന്താ ഇപ്പോൾ നാമം ജപിച്ചിരുന്നിട്ട് എല്ലാം കിട്ടുമോയെന്നാണ് ചോദ്യം. പക്ഷേ നമുക്ക് വേണ്ടത് ഭൗതിക സ്വത്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല, കുറച്ച് മനസ്സമാധാനവും അതുപോലെ ഈ അവസാനം കൈവല്യവും ആണ്. അത് നമുക്ക് കിട്ടും നാമം ജപിച്ചാൽ, ഉറപ്പാണ് എന്നാണ് പൂന്താനം പറയണത്. പക്ഷേ അതിന് ശ്രമിക്കണം, ജപിക്കണം. നാവ് വല്ലതും പറയാതെ നല്ലത് ചെയ്യുക. നല്ലത് എന്ന് പറഞ്ഞാൽ നാമം ജപിക്കുക. അത് മാത്രം ചെയ്താൽ മതി എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകം 144. മനസ്സിനോട് വീണ്ടും ഉപദേശമാണ്. നിനക്കു 100,000 ആശയുണ്ടെന്നിരിക്കലും കേൾക്കുമനക്കുരുന്നേ, തനിക്കു താൻ പോന്നവർ ചൊന്നതെല്ലാം നിനക്കു നന്നായതു നിത്യമായി. മനക്കുരുന്നേ എന്നാണ്. ചഞ്ചലാണ് നമ്മുടെ മനസ്സ്. ഒന്നിലും ഉറച്ചു നിൽക്കില്ല നമ്മുടെ മനസ്സ്, അല്ലേ? അങ്ങനെയുള്ള മനസ്സിനോട് പറയുക, നിനക്ക് 100,000 ആശയുണ്ട്. ഒന്ന് സാധിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ആശയ്ക്ക് ഒരു നിമിഷ നേരം മതി. ഒന്ന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേറെ ആശ, 100,000 ആശ മനസ്സിൽ കൂടി അങ്ങനെ കയറി ഇറങ്ങി നടക്കും. 100,000 ആശയുണ്ടെന്നിരിക്കലും ഒരു കാലത്തും തീരാത്ത ആശകളുണ്ട് നിനക്ക്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും തനിക്കു താൻ പോന്നവർ, സകലതിനും പ്രാപ്തരായവർ, എന്തിന്? ജ്ഞാനികൾ, എല്ലാം അറിവുള്ള ആളുകൾ ചൊന്നതെല്ലാം അവർ ജ്ഞാനികളായിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം, അവരുപദേശിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ശ്രുതികളിലും സ്മൃതികളിലുമെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിനക്കു നന്നായത്, അവയാണ് നിനക്ക് ആചരിക്കാൻ ഉചിതമായത് എന്നാണ്. നിത്യമായി കേൾക്കൂ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് തന്നെ അനുസരിക്കൂ. ആ ശ്രുതി സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം അനുസരിക്കൂ. മനസ്സിൻ്റെ പുറകെ പോകരുത്. മനസ്സിൻ്റെ ആശകളുടെ പുറകെ, മനസ്സിൻ്റെ ആശ തീർക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോവാതെ ഈ ജ്ഞാനികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആചരിച്ച് ജീവിക്കൂ എന്നാണ്. അങ്ങനെ ആ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ദിനചര്യകൾ നിർവഹിക്കൂ എന്നാണ് മനസ്സിനോട് നമ്മളോടും ഉള്ള ഉപദേശം. 145 ശ്ലോകം. തണ്ണീർദാഹം മുഴുത്തുമടിയനരികെ വന്നന്തകൻ താനുരത്തും, കണ്ണീർക്കാരായടുത്തുള്ളവർ തൊഴിയുമൊഴിക്കാതെ ഒന്നിച്ചു പാർത്തും, തന്നെത്താനേ മറന്നിട്ടതിവിവശത പൂണ്ടാർത്തനായി വീർത്തുമക്കോപ്പെന്നെ കൊണ്ടാക്കി വെച്ചിടൊല വരദ വിഭോ വാമഗേഹാധിവാസിൻ. എടത്തുപുറത്തപ്പനോടുള്ളൊരു പ്രാർത്ഥനയാണ്. അവസാന കാലത്ത് എന്നെ ഇങ്ങനെയൊന്നും ആക്കല്ലേ ഭഗവാനേ എന്നാണ്. പൂന്താനത്തിന് അതൊന്നും വേണ്ടി വന്നില്ല. എന്താന്ന് നോക്കാം. തണ്ണീർ ദാഹം മുഴുത്തും, വെള്ളം കുടിക്കാൻ ദാഹിച്ച് തൊണ്ട വരണ്ട് അങ്ങനെ അടിയനരികെ, അവിടുത്തെ ദാസനായ ഈ എൻ്റെ അടിയൻ്റെ അരികത്ത് അന്തകൻ താൻ വന്നുരത്തും,
യമഭടന്മാർ വന്ന് വെള്ളം കുടിക്കാൻ തണ്ണീർദാഹം മുഴുത്ത് വെള്ളം കുടിക്കണം എന്ന് മോഹിച്ച് അങ്ങനെ വിഷമിച്ച് മരണസമയത്ത് അങ്ങനെ കിടക്കുമ്പോൾ അടിയൻ്റെ അടുത്ത് യമഭടന്മാർ വന്നിട്ട് ഭയപ്പെടുത്തും. മരണഭീതി ഒക്കെ കൊണ്ട് അങ്ങനെ കിടക്കും. പിന്നെ അടുത്തുള്ളവർ ഉറ്റ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ അടുത്ത് വന്നിട്ട് കണ്ണീര് പൊഴിച്ച് അതുപോലെ തൊഴിയും ഒഴിക്കാതെ തൊഴി എന്ന് പറഞ്ഞാൽ കരച്ചിൽ, മാറത്തടിച്ച് കരച്ചിൽ എന്നാണ് അർത്ഥം. മാറത്തടിച്ച് നിലവിളിക്കും. മരിക്കാറായി എന്ന് കണ്ടാൽ എല്ലാവർക്കും വിഷമാവും. എത്ര കുറ്റം പറഞ്ഞവരാണെങ്കിലും മരിക്കാറാകുമ്പോൾ അലമുറയിട്ട് കരയും. അതാണ് തൊഴി. അപ്പോൾ അങ്ങനെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ചുറ്റും വന്ന് കൂടി നിൽക്കും അല്ലേ. തന്നെത്താനേ മറന്നിട്ട് ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നശിച്ചിട്ട് ഈ ഓർമ്മശക്തി ഉണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല. ഈ പരിതസ്ഥിതിയിൽ ആത്മസ്വരൂപത്തെ തന്നെ ഓർക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. അതിവിവശത പൂണ്ട് പരവശനായി, അല്ലെങ്കിൽ എന്താണ് ആ സമയത്തെ പരാധീനത എന്ന് വെച്ചാൽ ആർത്തനായിട്ട് അസ്വാധീനനായിട്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വീർത്ത് ദീനതയോടെ ശ്വസിച്ച് ദൈന്യതയോടെ അങ്ങ് ശ്വാസം എടുക്കാൻ വിഷമിച്ച് ശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ അവസ്ഥ വരപ്രദനായ വിഭോ സർവവ്യാപിൻ വാമഗേഹാധിവാസ ഇടത്തുപുറത്തപ്പ എന്നെ ആ ഒരു നിലയ്ക്ക് കൊണ്ടെത്തിച്ചിടല്ലേ എന്നാണ് പൂന്താനം പറയണത്. അങ്ങനെയുള്ള ഒരവസ്ഥ എനിക്ക് വരാതിരിക്കാൻ അനുഗ്രഹിക്കണേന്നാണ് അന്ന് പൂന്താനം പ്രാർത്ഥിച്ചത്. പൂന്താനത്തിന് ഭഗവാൻ സാധിച്ചു കൊടുത്തു അല്ലേ. അതാണ് നാമം ജപത്തിൻ്റെ മഹിമ. ഇങ്ങനെ ഉള്ള ആ ഒരു അവസ്ഥ യമഭടന്മാർ വന്ന് നമ്മളെ പേടിപ്പിക്കുക, ചുറ്റും ബന്ധുക്കൾ വന്ന് തലമുറയിട്ട് കരഞ്ഞ് വിളിച്ച് നിൽക്കുക, മാർത്തടിച്ച് നിലവിളിച്ച് നിൽക്കുക, യമഭടന്മാർ വന്ന് നിൽക്കുക. വെള്ളം കുടിക്കാനോ എന്തൊക്കെയാണ് നമുക്ക് അപ്പം ബുദ്ധിമുട്ട് തോന്നുകയെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതനുഭവിച്ചാൽ പിന്നെ അപ്പോഴും പറയാൻ പറ്റില്ല അല്ലേ. അനുഭവിച്ചവർക്കൊന്നും പറയാൻ പറ്റില്ല, അവരനുഭവിച്ചു പോയി. നമുക്ക് അപ്പോഴത്തെ അവസ്ഥ നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. പക്ഷേ പറയാൻ പറ്റില്ല, ഇപ്പോഴും പറയാൻ പറ്റില്ല, അന്നും പറയാൻ പറ്റില്ല. അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. പറഞ്ഞറിയിക്കാൻ വയ്യാന്നർത്ഥം. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ, പറയാൻ വയ്യാത്ത അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കല്ലേ എൻ്റെ വാമപുരാധിവാസ ഇടത്തുപുറത്തപ്പ എന്നാണ് പൂന്താനത്തിൻ്റെ പ്രാർത്ഥന. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.